അങ്ങനെ T20 ലോകകപ്പിന് തുടക്കമായിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരമാണ് കഴിഞ്ഞുപോയത്. പാകിസ്ഥാൻ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരം. ഈ മത്സരം എന്ന് പറയുമ്പോൾ അവസാന ഘട്ടത്തിൽ വരെ നെതർലാൻഡ്സ് ജയിക്കുമെന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം 98 റൺസിന് 2 എന്ന നിലയിൽ നിന്നും 117 റൺസിന് 7 എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ ചേസ് ചെയ്യുന്നതിനിടെ കൂപ്പുകുത്തുകയുണ്ടായി. ആ സമയത്ത് 19ാമത്തെ ഓവർ അതായിരുന്നു ഈ മത്സരത്തിലെ ഏറ്റവും നിർണായകമായ ഓവർ. 12 പന്തിൽ 29 റൺസ് എന്ന ഇക്വേഷൻ ആയിരുന്നു പാകിസ്ഥാന് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. ആ ഓവറിലെ ആദ്യ പന്ത് തന്നെ ഫഹീം അഷ്റഫ് സിക്സറിന് പറത്തുന്നു. രണ്ടാമത്തെ പന്ത് ഒരു ക്യാച്ച് ആയിരുന്നു. പക്ഷേ ആ ക്യാച്ച് നിർണായകമായ ഘട്ടത്തിലെ ആ ക്യാച്ച് നെതർലാൻഡ്സിന്റെ ഫീൽഡർ ഡ്രോപ്പ് ചെയ്യുന്നു. ആ ഓവറിൽ അതിനുശേഷം 24 റൺസാണ് ഫഹീം അഷ്റഫ് അടിച്ചുകൂട്ടുന്നത്. അതായത് ഈ മത്സരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് ടീമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ കഴിയുന്ന ഒരു ഓവറായിരുന്നത്. അതിനുശേഷം അവസാന 2 ഓവറിൽ 12 പന്തിൽ 29 എന്ന ഇക്വേഷൻ അവസാന ഓവറിന് തൊട്ടുമുമ്പത്തെ പെനൽറ്റിമേറ്റ് ഓവറിൽ 19ാമത്തെ ഓവറിൽ 24 റൺസ് അടിച്ചുകൊണ്ട് പാകിസ്ഥാൻ വിജയ വഴിയിലേക്ക് എത്തുന്നു. അവസാന ഓവറിൽ ജയിക്കാൻ 5 റൺസ് അവർ അത് ഈസിയായിട്ട് ചേസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനെ നെതർലാൻഡ്സ് അട്ടിമറിക്കും എന്ന ഘട്ടത്തിൽ നിന്നും അവസാനത്തെ ഓവറുകളിലെ ആ ഒരു വെടിക്കെട്ട്, ഫഹീം അഷ്റഫിന്റെ വെടിക്കെട്ട്, ആ വെടിക്കെട്ടാണ് പാകിസ്ഥാനെ വിജയ വഴിയിലേക്ക് എത്തിച്ചത്. ഈ മത്സരത്തിൽ ഒരുപക്ഷെ നെതർലാൻഡ്സ് ഒരു 160 റൺസിന് മുകളിൽ റൺസ് നേടിയിരുന്നെങ്കിൽ തീർച്ചയായും നെതർലാൻഡ്സ് പാകിസ്ഥാനെ തോൽപ്പിക്കുമായിരുന്നു എന്ന സ്ഥിതിവിശേഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത നെതർലാൻഡ്സ് 147 റൺസാണ് എടുത്തത്. ടോസ് നേടിയ പാകിസ്ഥാൻ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുന്നു. നെതർലാൻഡ്സ് ബാറ്റ്സ്മാൻമാരെ കൃത്യമായ രീതിയിൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് അവരെ 150-ന് താഴെയുള്ള ഒരു സ്കോറിൽ ഒതുക്കാൻ പാക് ബോളർമാർക്ക് കഴിഞ്ഞു. ഏറ്റവും പ്രധാനം അതിനുശേഷം ക്രീസിലേക്ക് എത്തിയ പാകിസ്ഥാൻ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടൊക്കെ ഉണ്ടായത്. സൈം അയ്യൂബും ഫർഹാനും ഒക്കെ അടിച്ചു തകർക്കുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു. പക്ഷേ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇടവേളകളിൽ തന്നെ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് നെതർലാൻഡ്സ് കളിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ 2 ഓപ്പണേഴ്സും പുറത്തായതിനു ശേഷം വന്ന ബാറ്റ്സ്മാൻമാരെല്ലാം സൂപ്പർ താരമായ ബാബർ അസമിനെ പോലും അവർ കൃത്യമായി ബോളിങ്ങിൽ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ച. അതിൽ ഏറ്റവും പ്രധാനം ബാബർ അസമിന്റെ ഫോം തന്നെയാണ്. നമുക്കറിയാം ബാബർ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന താരമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലിക്ക് പകരക്കാരൻ എന്ന രീതിയിൽ അവർ കാണുന്ന താരമാണ്. എങ്കിൽ കൂടിയും ബാബർ അസമിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഫോം, അദ്ദേഹത്തിന്റെ മങ്ങിയ ഫോമിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി ഓടുന്ന ഒരു റീലുണ്ട്. ആ റീലിന് ശേഷം ഒരുപാട് പേർ അതിനെ അനുകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദീപക് ചഹാർ പോലും ആ ഒരു റീലിനെ, ഇവരുടെ പരിശീലനത്തെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആ റീലും വൈറലായിരുന്നു. ആ പരിശീലനം ഒന്നും ഗുണം ചെയ്തില്ല എന്ന് പറയാൻ കഴിയുന്ന പ്രകടനം തന്നെയാണ് ഈ മത്സരത്തിലും ബാബർ അസം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന്റെ മങ്ങിയ ഫോം വീണ്ടും തുടരുന്ന കാഴ്ച. അതിനൊപ്പം പാകിസ്ഥാന്റെ സൈം അയ്യൂബ് ഫോമിലേക്ക് എത്തുന്ന ആ ഒരു വിശേഷവും നമ്മൾ ഇന്ന് കാണുകയുണ്ടായി. അദ്ദേഹം ബോളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നമുക്കറിയാം ഏഷ്യ കപ്പിൽ ഒരുപാട് തവണ, അതായത് 4 പ്രാവശ്യം ഡെക്കിന് പുറത്തായ താരമാണ് സൈം അയ്യൂബ്. ആ സമയത്ത് ഒരുപാട് ട്രോളുകൾ അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എങ്കിൽ കൂടിയും സൈം അയ്യൂബിൽ അവർ ഒരുപാട് പ്രതീക്ഷകൾ നൽകി അദ്ദേഹത്തിന് വീണ്ടും അവസരങ്ങൾ നൽകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് പാകിസ്ഥാൻ സെലക്ടർമാരൊക്കെ പുറത്തെടുത്തത്. അതിനുശേഷം ഈ ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം ബോളിങ്ങിലും അതുപോലെ തന്നെ ഓപ്പണിങ്ങിന് ഇറങ്ങിയ സമയത്ത് ബാറ്റിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ ലോകകപ്പിൽ 2024 ലോകകപ്പിൽ USA നടന്ന ലോകകപ്പിൽ ആദ്യ മത്സരങ്ങളിൽ USA എന്ന കുഞ്ഞൻ രാജ്യത്തോട് തോറ്റ ഒരു ചരിത്രമുണ്ടായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ബാബറും റിസ്വാനും മുഹമ്മദ് അമീറും ഫക്കർ ജമാനും ഒക്കെ അടങ്ങിയ നിര, ആ സമയത്ത് ശക്തമായ ഒരു നിരയും കൊണ്ട് USA എത്തിയപ്പോൾ ആദ്യ മത്സരങ്ങളിൽ തന്നെ പുറത്തായി. ആദ്യ മത്സരത്തിൽ USA അടക്കമുള്ള ടീമുകളോട് പരാജയപ്പെട്ട് നോക്കൌട്ട് ഘട്ടത്തിൽ എത്താതെ പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഈ മത്സരത്തിലും അതേപോലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമോ എന്ന് ആളുകളൊക്കെയും സന്ദേഹിച്ച നിമിഷങ്ങൾ ഈ മത്സരത്തിൽ ഒരുപാടുണ്ടായിരുന്നു. നെതർലാൻഡ്സ് ആദ്യ മത്സരത്തിൽ തന്നെ പാകിസ്ഥാനെ അട്ടിമറിക്കുമോ എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം പാകിസ്ഥാൻ ഒരുവിധം ഈ മത്സരം വിജയിക്കുകയായിരുന്നു.